ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെ വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു കിടില ഐറ്റമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാടൻ മത്തി, നെയ്യുള്ള മത്തി. ഇപ്പോൾ ഔഷധ ഗുണമായിട്ടുള്ള സാധനമാണ് മത്തി എന്ന് പറഞ്ഞാൽ. അവൻ അച്ചാറിടാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സാധനം. ഇവരെ നമുക്ക് വെട്ടി ക്ലീൻ ആക്കിക്കൊണ്ട് വരാം. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് ഇവരെ ക്ലീൻ ആക്കിക്കൊണ്ട് വരാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെട്ടിയെടുക്കാനായിട്ടുള്ള. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ചെതുമ്പിലൊക്കെ കളച്ച് ക്ലീനാക്കിയെടുക്കാം. നമുക്ക് വെട്ടിയിട്ട് കാണാം. ഒത്തിരി മീനുള്ളതുകൊണ്ട് ഇത് വെട്ടാനായിട്ട് ഇച്ചിരി സമയമൊക്കെ എടുക്കും. വെട്ടി കട്ട് ചെയ്തിട്ട് നമുക്ക് 3 പീസാക്കി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. പറക്കാനായിട്ടുള്ള പീസാക്കി ഇട്ടിടാം. ഇപ്പം നമ്മൾ മീൻ വെട്ടി മടുത്തിത്. ലാസ്റ്റ് മീനും കൂടാണ്. നമ്മൾ വെട്ടിയും കഴിഞ്ഞു. ഇവരെ നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. 3-4 കിലോ മത്തി ഉണ്ടായിരുന്നു. വെട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ ഉണ്ട്. തലയും കൊണ്ടലും എല്ലാം കൂടെ പോയപ്പോഴത്തേനും ഒന്നുമില്ല. അച്ചാറിനുള്ള പീസായിട്ട് ചെറുതായിട്ടാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത്. ലാസ്റ്റ് കഴുകി കഴിഞ്ഞു. ഇവനെ അങ്ങോട്ട് പാലാനായിട്ട് ഈ പാത്രത്തിലോട്ടിടാം. മസാല വരട്ടാനായിട്ട് നമുക്ക് ആദ്യം 1 ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മീനും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒന്നും ഒഴിക്കണ്ട. മീനിൻ്റെ നനവുള്ളതുകൊണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല പിടിക്കുമ്പോഴത്തേന് നമുക്ക് ആ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കാൻ പോകാം. അത് നമുക്ക് ഇഞ്ചി അരിഞ്ഞു കൊടുക്കാം. ചെറുതായിട്ട് അങ്ങ് ഇഞ്ചി അരിയാം. ഇഞ്ചി നമ്മളെ അരിഞ്ഞു കഴിഞ്ഞ് വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. വെളുത്തുള്ളി അരിഞ്ഞു കഴിഞ്ഞു. പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് കൊടുക്കുക. പച്ചമുളക് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഈ അടുത്ത മീൻ വറക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് വറക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. ചൂടാകട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതിന് നല്ല മൂത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കോരി അങ്ങ് എടുത്തേക്കാം. നല്ല പരുവത്തി നല്ല മൂത്തിട്ടുണ്ട്. മീൻ മൊത്തം വറുത്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇത് താളിക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് പോവാം. അച്ചാറിടാനായിട്ട് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തേക്കാം. 1 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ടേക്കാം.
എല്ലാം ഒന്ന് മൂക്കട്ടെ. നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ഒന്ന് മുക്കാൻ വേണ്ടി. പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. കരിവേപ്പിലയോടെ അപ്പോൾ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് കഴിച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടുക. മത്തി ആയതുകൊണ്ട് ഇച്ചിരി നല്ല എരിവും ഇതൊക്കെ വേണം. ശകലം കുരുമുളക് പൊടിയും കൂടി ഇടും. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് മത്തിയാണ് കുരുമുളക് പൊടി ഇടുന്നത് നല്ലതാണ്. 1/2 ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ടു. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വിനാഗിരിയുടെ ഒഴിച്ചു കൊടുക്കുക. നല്ല മണം, വിനാഗിരിയൊക്കെ ഒഴിച്ച അച്ചാറിൻ്റെ മണമായി. ഈ വറുത്ത് വെച്ച മീനും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാം. മൊത്തം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണമുണ്ട് കേട്ടോ. മീൻ്റെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അച്ചാറിൻ്റെ മണം തുടങ്ങി. ഓ എൻ്റെ അമ്മമ്മോ, സൂപ്പർ മണം. എനിക്ക് കൊതിയാകും. ഈ കായപ്പൊടിയും വിനാഗിരി എല്ലാം കൂടെ ഒഴിച്ചപ്പോഴത്തേനെ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു 10 മിനിറ്റത്തേനെ അടച്ചു വെക്കാം. ഓ സൂപ്പർ മണം. ഇതിനെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല മണം. ഈ കൊതി വരുന്നു. നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ അമ്പമ്പോ അടിച്ചു പൊളിച്ചു. സൂപ്പർ അച്ചാർ കേട്ടോ. ഈ മത്തി അച്ചാറെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടുന്നത്. സൂപ്പർ, അടിച്ചു പൊളിച്ചു. എന്നാന്ന് വെച്ചാൽ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉഗ്രം സാധനമാണ്. നല്ല സൂപ്പർ അച്ചാറാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങളോട് എനിക്ക് പറയാൻ അടിച്ച് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം. ഓ അടിച്ചു പൊളിച്ചു. നിങ്ങളോട് എനിക്ക് പറയാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റോട് ബെല്ലൂടെ അടിച്ചേക്കണേ. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.